4 സന്ദർഭം മാത്രമേ അടിമക്കുള്ളൂ, 5ാമത്തെ സന്ദർഭമില്ല. 4 സമയമേ അടിമക്കുള്ളൂ, 5ാമത്തെ സമയമില്ല. 4 നിമിഷമേ അടിമക്കുള്ളൂ, 5ാമത്തെ നിമിഷമില്ല. 4ൽ ഒതുങ്ങും അടിമ. ബഹുമാനപ്പെട്ട മഹാനായ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഞാനിത് ഉദ്ധരിക്കുന്നത്. ഫഇന്നൽ അബ്ദ ലഹു 4 ഔഖാത്തിൻ ലാ ഖാമിസ ലഹ. ഫഇന്നൽ അബ്ദ ഫീ 4 ഔഖാത്തിൻ ലാ ഖാമിസ ലഹ. അടിമ 4 സമയത്തിൽ ഒതുങ്ങും. ലാ ഖാമിസ ലഹ, 5ാമത്തെ ഒരു സമയം അടിമക്കില്ല. വളരെ എഴുതി വെക്കണം, വളരെ വൃത്തിയായി ശ്രദ്ധിക്കണം. അതിന് മാനദണ്ഡമാണ്, ഞാൻ അടിമയാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ഒരു മാനദണ്ഡമാണ്. 5ാമത്തെ അവസ്ഥയിലില്ല. 5ാമത്തെ അവസ്ഥയിലേക്ക് പോയാൽ അടിമയുമല്ല. 1ാമത്തെ സൂറത്ത്, ആദ്യമായി ഇറങ്ങിയ സൂറത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നബി എന്നോ റസൂൽ എന്നോ പറയാതെ അടിമ എന്നാണ് പറഞ്ഞതെന്ന് ഞാൻ പലതവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. അബ്ദ് 1ാമത്തെ സൂറത്തുൽ അലഖാണ് ആദ്യം ഇറങ്ങിയത്. സൂറത്തുൽ അലഖിൽ ആദ്യത്തെ 5 ആയത്താണ് ആദ്യമായി ഇറങ്ങിയത്. ഇതിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓമന പേരിട്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അടിമ എന്നാണ്. അതേ സമയത്ത് അബൂജഹലിനെ അങ്ങനെ പറഞ്ഞതില്ല. എന്തുകൊണ്ട്? ഈ 4ന്റെ ഉള്ളിൽ അബൂജഹൽ ഒതുങ്ങൂല. നല്ലോണം തല കൊടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കണം. അടിമക്ക് 4 സമയമുള്ളൂ, 5ാമത്തെ സമയമില്ല. അടിമക്ക് 4 സന്ദർഭമേ ഉള്ളൂ, 5ാമത്തെ സന്ദർഭമില്ല. ഫഇന്നൽ അബ്ദ ഫീ 4 ഔഖാത്തിൻ ലാ ഖാമിസ ലഹ. 4 സമയത്തിൽ ഒതുങ്ങും. ഒരു മനുഷ്യന്റെ സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്തെ ഒന്നിരിക്കൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ, ഇനി 5 ഇല്ല. ഓരോ നിമിഷവും അങ്ങനെയാണ്. ഈ 4ൽ ഒന്നിലായിരിക്കണം അവൻ, അപ്പോൾ അടിമയാണ്. അപ്പൊ അടിമയാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡം. ഞാൻ അടിമയാണോ, ഞാൻ അടിമയല്ലേ? അടിമയാണെങ്കിൽ രക്ഷപ്പെടും. ഇന്ന അബ്ദാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഒരു സ്ഥിരമായ സ്വാധീനം പിശാചിന് അടിമയുടെ മേൽ ഉണ്ടാവില്ല. സാന്ദർഭികമായി ചിലപ്പോൾ പിശാച് കയറിയേക്കാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സന്ദർഭത്തിൽ പിശാച് കയറും. സന്ദർഭത്തിൽ ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുന്ന വ്യക്തി വ്യഭിചരിക്കുന്ന സമയത്ത് അവനിൽ ഈമാൻ ഉണ്ടാവില്ല. അതേസമയത്ത് സ്വഹാബി വ്യഭിചരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അതൊരു സെക്കൻഡിൽ, ഒരു നിമിഷത്തിലുള്ള പിശാചിന്റെ സ്വാധീനം സ്ഥിരമായി ഉണ്ടാവില്ല. അപ്പൊ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഒരു സ്വാധീനം പിശാചിന് അടിമയുടെ മേൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. സ്ഥിരമായ സ്വാധീനം ഉണ്ടാവില്ല. ഒരു അബദ്ധം പറ്റിയേക്കും, ഒരു തെറ്റുറ്റിയേക്കും, സ്ഥിരമാവില്ല. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നതിനെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമി വഹമീമിൻ വളില്ലി മിൻ യഹ്മുമിൻ ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫിൻ വകാനൂ യുസിറൂന അലൽ ഹൈൻസിൽ അളീം. അവർ വലിയ കുറ്റത്തിന് മേൽ നിലനിന്നവരാണ്, തിരിഞ്ഞിട്ടില്ല. കുറ്റം അടിമ ചെയ്യൂലേ? ചെയ്യും, പക്ഷെ എന്തുണ്ടാവില്ല, നിലനിൽക്കൂല. വകാനൂ യുസിറൂൻ, അവർ നിലനിന്നു. എന്തിന്റെ മേൽ നിലനിന്നു? അലൽ ഹൈൻസിൽ അളീം, മഹാകുറ്റത്തിന്റെ മേൽ നിലനിന്നു. അപ്പൊ ഇത് വളരെ പരിശോധിക്കാൻ പറയാൻ പോവാണ്. ഒരു അടിമക്കൊരു വൃത്തം വരക്കാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി. അടിമ 4ൽ ഒരു അവസ്ഥയിൽ ഒതുങ്ങും, 5ാമത്തെ ഒരു അവസ്ഥ ഇല്ല. എന്താണ് ഈ 4? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. കേറി അല്ലാഹു 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 അല്ലാഹു. നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ നീ പരിശോധിക്കുക. ഇമ്മാ അൻ തകൂന ഫീ വഖ്തി നിഅമത്തിൻ, ഇമ്മാ അൻ തകൂന ഫീ വഖ്തി നിഅമത്തിൻ. ഒന്നിരിക്കൽ നീ നിഅമത്തിന്റെ ഒരു അവസ്ഥയിലായിരിക്കും. ഇമ്മാ അൻ തകൂന ഫീ വഖ്തി നിഅമത്തിൻ, ഒന്നിരിക്കലും ഒരു നിഅമത്തിന്റെ അവസ്ഥയിലായിരിക്കും നീ. അടിമക്ക് ഒരു നിഅമത്ത് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു സമയമായിരിക്കും. ഒരു നിഅമത്ത്, ഒരു ദുനിയാവിയ നിഅമത്ത് എന്ന് കൂട്ടിക്കോളൂ, ദുനിയാവിയ സൗകര്യം എന്ന് കൂട്ടിക്കോളൂ. ഫമുഖ്തദൽ ഹഖ് മിൻക വജൂദു ശുക്ർ. അപ്പോൾ ഹഖ് ആവശ്യപ്പെടുന്നത് നിന്നിൽ നിന്ന് ശുക്ർ ഉണ്ടാകലാണ്. അതായത് അടിമക്ക് നിഅമത്ത് ലഭിക്കുമ്പോൾ അടിമ ഷാക്കിറായിരിക്കും. അപ്പൊ നിഅമത്ത് ലഭിക്കുമ്പോൾ ശുക്ർ ഉള്ളവൻ ആരായിരിക്കും? അടിമയായിരിക്കും. മനസ്സിലായില്ല? നിഅമത്തിൽ ലഭിച്ചപ്പോൾ നിഗളിച്ചവനല്ല. നിഅമത്ത് ലഭിച്ചപ്പോൾ അത് അബ്ദിന്റെ സ്വഭാവമാണ്. നിഅമത്ത് ലഭിക്കുമ്പോൾ ഫമുഖ്തദൽ ഹഖ് മിൻക വജൂദു ശുക്ർ. ഹക്കിന്റെ തേട്ടം, നിന്നോടുള്ള തേട്ടം, വജൂദു ശുക്രി, നിനക്ക് നന്ദി ഉണ്ടാകലാണ്. അതായത് ഒരു നിഅമത്തുള്ളവൻ, ആ നിഅമത്ത് ഉണ്ടാകുമ്പോൾ അവനിൽ നിന്ന് എന്ത് സംഭവിക്കണം? ശുക്ർ സംഭവിക്കണം. എന്നാൽ അവൻ അടിമയുടെ വൃത്തത്തിൽ.
فمقتضى الحق منك وجود الشكر فمقتضى الحق منك وجود الشكر إما أن تكون في وقت نعمة 4 സമയമുള്ള 5 സമയമില്ല. ഒന്നിരിക്കൽ ഉറക്കം. ഉദാഹരണം പറയാം, ഉറങ്ങുമ്പോൾ ഇത് നിഅമത്താണെന്ന് മനസ്സിലാവില്ല. ഒരു ഉറുപ്പ്യ കിട്ടുമ്പോൾ ഇത് നിഅമത്താണെന്ന് മനസ്സിലാവും. ഒരു സുഖം അനുഭവിക്കുമ്പോൾ ഇത് നിഅമത്താണെന്ന് മനസ്സിലാവും. പക്ഷെ ഉറക്കം അനുഭവിക്കുമ്പോൾ അതൊരു നിഅമത്താണെന്ന് അപ്പം അറിയൂല. ഒരു ശുഊറും ഇല്ലാത്തൊരവസ്ഥയാണ് എന്ത്? ഒരു ബോധവും ഇല്ലാത്ത അവസ്ഥയാണല്ലോ എന്ത്? ഉറക്കം. അപ്പൊ ഈ എണ്ണീറ്റ് മുട്ടനെ പിന്നെ പറയും അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ. അത് മനസ്സിലായില്ല. ബോധന പേരുന്ന ആദ്യത്തെ സമയം അവൻ പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ. കാരണം അവൻ എന്ത് ചെയ്തു? അവൻ എന്ത് കിട്ടി? പറ മോനെ, ഏതാണ് നിഅമത്ത്? ഉറക്കം ഒരു ഉദാഹരണം. അപ്പൊ ആ നിഅമത്ത് കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് തുടങ്ങിയവൻ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എന്തുകൊണ്ട്? അവൻ അബ്ദാണ്. കാരണം അബ്ദിന് നിഅമത്ത് ലഭിച്ചാൽ നിഅമത്ത് നൽകിയ മുനഇമിനെ ഓർക്കാതിരിക്കാൻ അടിമക്ക് കഴിയില്ല. അത് നിന്നിൽ നിന്ന് സംഭവിക്കുന്നില്ലേ? ഈ അവസ്ഥയിൽ നീ എന്തിൽ കയറിയിട്ടില്ല? അബ്ദിൽ കയറിയില്ല. നിസ്കരിച്ചോണ്ട് അബ്ദാവില്ല. തല്ല് കൊടുത്ത് ചിന്തിക്കണം. ഖുർആനിൽ അവിടെ പറഞ്ഞത് നിസ്കരിച്ചതുകൊണ്ട് നബി അടിമയായി എന്നല്ല, പകരം അടിമ നിസ്കരിച്ചതുകൊണ്ട് അടിമയല്ല. അതിന്റെ അപ്പുറത്ത് ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിച്ചോര് അടിമയല്ലാത്തവരും ഉണ്ട്. അബ്ദിനെ കണ്ടില്ലേ? ഇതാ സല്ല. അബ്ദ് നിസ്കരിക്കുമ്പോൾ അപ്പൊ അബ്ദ് നിസ്കരിക്കും ചെയ്യും, നിസ്കരിക്കാതിരിക്കുകയും ചെയ്യും. അബ്ദ് അല്ലാത്തവർ നിസ്കരിക്കും. മനസ്സിലായില്ല? നിസ്കരിച്ചോര് മുഴുവനും നിസ്കരിക്കുന്നവര് മുഴുവനും ആരാവില്ല? അബ്ദാവില്ല. അബ്ദ് നിസ്കരിക്കും, അത് വേറെയാണ്. പിന്നെ പറഞ്ഞ ആവശ്യമുണ്ട്. അബ്ദ് നിസ്കരിക്കും, പക്ഷെ നിസ്കരിച്ചോണ്ട് അബ്ദാവില്ല. എന്നാ അബ്ദ് എന്ത് ചെയ്യും? നിസ്കരിക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അബ്ദിൽ നിന്ന് എന്തുണ്ടാവണം? ശുക്റാണ്. അപ്പോൾ ആ സെക്കൻഡിൽ നീ എവിടുന്ന് പോയിട്ടില്ല? അബ്ദിയെന്ന് പോയിട്ടില്ല, അബ്ദനെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ഇത് എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ് എന്ന് അവന് ബോധം ഉണ്ടാവുക. ബോധം എന്ത് കിട്ടിയാലും എന്തും. ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ വന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി, ഒരു ഭാര്യക്കാരൻ എന്നോട് പറഞ്ഞു, ഇനാലിന്റെ സ്ഥലത്താണ് കച്ചവടമാണ് കുറവാണ്, അവന് നിഅമത്ത് കുറവാണ്. എന്നിട്ട് പിന്നെ പറയാം. പക്ഷെ നിഅമത്ത് കിട്ടുന്ന സമയത്തോ എന്ത് ചെയ്യണം? പറയാൻ ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണെന്ന് ബോധം ഉണ്ടാവും. ഏറ്റവും വലിയ ശുക്ർ അത് തന്നെ. എന്ത്? ബോധം ഉണ്ടാവില്ല. ഇത് എന്റേതല്ല, ഇത് ഞാൻ അധ്വാനിച്ചതോട് കിട്ടിയതുമല്ല. അധ്വാനിച്ചോട് കിട്ടൂല, അധ്വാനിക്കാത്തോട് കിട്ടാതിരിക്കില്ല. ഞാൻ വലിയൊരു ധനാഢ്യന്റെ കഥ നിങ്ങളോട് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കുതിര വണ്ടിയിൽ പോയ എന്നോട് ഉസ്താദോ ബാപ്പയോ രണ്ടിൽ ഒരാൾ പറഞ്ഞ, കുതിര വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വളപട്ടണം കഴിഞ്ഞപ്പോൾ ഒരു വലിയ മനോഹരമായ തോട്ടം കണ്ടു. അപ്പൊ തോട്ടം കണ്ടപ്പോൾ മുതലാളിക്ക് ആ തോട്ടം വിലക്ക് വാങ്ങാൻ ആഗ്രഹമേ. എല്ലാ തോട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുതലാളി അതേ കാര്യസ്ഥനെ വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ കാര്യസ്ഥൻ പറഞ്ഞു, വിൽക്കുവോ? പറഞ്ഞു, പറയാൻ പറ്റൂല. മുതലാളി എപ്പോഴെങ്കിലും പോയി. മുതലാളി കോഴിക്കോടുള്ള. അപ്പൊ കുറച്ച് വീണ്ടും അന്വേഷിച്ചു, ആരാണ് എന്താ മുതലാളിന്റെ പേര്? അപ്പൊ മുതലാളിന്റെ പേര് കൊടുത്തു. ഇയാളെ മുതലാളി എടുപ്പി വന്നിട്ടുള്ളത്. പക്ഷെ മുതലാളിക്ക് എന്താ അറിയില്ല, ഇതിന്റെ മുതലാന്ന് അറിയില്ല. മനസ്സിലായില്ല? ഇത് അധ്വാനല്ല, ഇങ്ങനെ കൊടുക്കാണ്. ആര്? പ്രശ്നം അധ്വാനിച്ചോട് കിട്ടൂല, അധ്വാനിക്കാത്തതുകൊണ്ട് കിട്ടാതിരിക്കില്ല. എത്ര ബുദ്ധിമാന്മാരുടെ ജീവിതം മുട്ടിക്കാൻ അവർ പാടുപെടും. രാവിലെ ചോറുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിൽ രാത്രി ഉണ്ടാവില്ല. അലിപ്പിന്റെ വിവരമല്ല, ഓന് തിന്നിട്ട് കൂട്ടം മുട്ടിട്ട് ബാക്കിയുണ്ട്. അങ്ങനെ ഉണ്ടാവും. അലിപ്പിന്റെ വിവരമില്ലാത്ത മന്ത്രിക്ക് സെല്യൂട്ട് അടിക്കും IAS ചോറിട്ടണമെങ്കിൽ സെല്യൂട്ട് അടിക്കണം. മന്ത്രിക്കോ ഒന്നിനും ആവശ്യമില്ല. മന്ത്രി തിരിച്ച് സെല്യൂട്ട് അടിക്കൂല, എന്തെങ്കിലും ഇങ്ങനെ പോവുകയുള്ളൂ. എന്നാ മന്ത്രിക്കോ അലിപ്പിന്റെ വിവരം പണ്ടുമില്ല, ഇപ്പൊ തിരിയില്ല. ചിന്തിക്കണം. ഒന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാവേണ്ട വളരെ ചിന്തിക്കണം. അപ്പൊ നിഅമത്ത് എന്ന് പറയുന്നത് ഒരാൾ അധ്വാനം കൊണ്ട് വരുന്നതല്ല. അധ്വാനം സബബാണ്. ചിലപ്പോൾ അധ്വാനിക്കാതിരിക്കലും ചിലപ്പോൾ സബബായിരിക്കും. അതൊക്കെ ദാനം. ആരുടെ? അവർക്ക് പറയും, ഇതാ തീരുമാനിക്കാം. ആരുടെ? അള്ളാഹുവിന്റെ ദാനമാണ് നിഅമത്ത്. കൊടുക്കും, കൊടുക്കാതിരിക്കും. അള്ളാഹുവിന്റെ ദാനമാണ്. അപ്പൊ ഒരു ബോധം വേണം. ഒരു അടിമയാണെങ്കിൽ എന്ത് വേണം? ഇതെന്റെ റബ്ബെനിക്ക് തന്നതാ. ചിലപ്പോ നീ കഠിനാധ്വാനം ചെയ്ത് കിട്ടിയതാണ്, പക്ഷെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കിട്ടൂല.
കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് കിട്ടൂല. എന്നെക്കാൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് കിട്ടുന്നില്ല. മറ്റൊരു തീരെ അധ്വാനിക്കില്ല, ഓന് കിട്ടുന്നുണ്ട്. അതൊന്നും മനസ്സിലാക്കണം. അത് അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? പഠിച്ചോൻ എനിക്ക് തന്ന ഒരു ദാനം. അപ്പൊ ഈ മനസ്സിലാക്കലിൽ നിന്ന് അവനിൽ എന്തുണ്ടാകണം? ഞാൻ അതിലില്ല, ഞാൻ ഇല്ലാത്ത കൊണ്ടാണല്ലോ എന്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഞാനില്ല ലാ ഹൗല വലാ ഖുവത, ഞാനില്ല, ഒരു ശക്തിയില്ല, ഒന്നുമില്ല, കഴിഞ്ഞിട്ടില്ല, ഒരു കഴിവിരിക്കുന്നു. അപ്പോൾ 4 സമയമാണ് അടിമക്കുള്ളത്. ഒന്നാമത്തെ സമയം ശ്രദ്ധിക്കണം, നമ്മൾ പഠിക്കണം, മറ്റുള്ളവർ പഠിക്കണം. ഇനി 2 ചിലപ്പോൾ നീ പ്രയാസത്തിന്റെ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഹക്ക് തേടുന്നത് നീ ക്ഷമിക്കണം. അത് പഠിച്ചോ നിനക്ക് തരികയാണ്. അതിലൊരു ലാഭം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, എന്തുണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. എന്തു ലാഭമായിരിക്കും. രണ്ടാമത്തെ അവസ്ഥ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അവസ്ഥ പ്രയാസത്തിന്റെ അവസ്ഥയിലായിരിക്കും. പ്രയാസപ്പെടുത്തും ആരും. എന്തേ? നിനക്ക് ലാഭം ഉണ്ടാകണം, നിനക്ക് ലാഭമുണ്ടാകണം. ലാഭം ഉണ്ടാകണം. ശരീരം ഉഴിച്ചിലാരിന് വിട്ടുകൊടുത്ത് ഉഴിച്ചിലാരിന്റെ മുന്നിൽ കിടന്ന ആളുകൾക്ക് കൈപ്പൊക്കാം. എന്തെങ്കിലും ഒരു ഉഴിച്ചിലാരിന്റെ മുന്നിൽ ഒന്ന് കടന്നവർക്ക് 1 2 3 4 ബാക്കിലാണല്ലോ ഉഴിച്ചിലാര്, മുന്നിലൊന്നും ഒഴിഞ്ഞിട്ടില്ല. ഉണ്ട് കുറച്ച്. ഈ ഉഴിച്ചിലുകാരി എന്നെ ചെയ്യാം? അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കും, അങ്ങോട്ട് തിരുമും. അപ്പൊ നിനക്ക് തൊല്ലിപ്പോവും, രോമം പറയും, വേദനയാവും. വേദന ആക്കാത്ത ഒഴിച്ചിലായിരുന്നാണെങ്കിൽ ഒഴിച്ചിലായിരുന്നു അല്ല. മനസ്സിലായില്ല? എന്നെ ബഹുമാനിച്ചിട്ട് പോയി അതിന് എണ്ണയൊക്കെയാണ് പറയാം. എന്ത് പറയില്ല, ഒഴിച്ചിലെന്ന് പറയില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് ഒഴിച്ചിലല്ല. നമ്മളിപ്പോൾ പുറം ഒരുക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഭാര്യയോട് പറയും ഇതൊന്ന് പുറവടിച്ചോണ്ട. ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോഴെങ്കിലും ഭാര്യയെ കൊണ്ടത് പുറം ഒലിപ്പിക്കും. അത് സ്വാഭാവികമാണ്. നമ്മൾക്കാണ് കൈയെത്തൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളോടുള്ള ബഹുമാനം കൊണ്ട് ചിലപ്പോൾ എന്താക്കൂല, അതിന്റെ മേലെ കുറച്ച് സോപ്പാക്കിയിട്ട് ആ സോപ്പ് ഇങ്ങനെ നടത്തും. അപ്പൊ നമ്മൾ എന്ത് പറയും? നല്ലോണം അപ്പൊ അപ്പോൾ എന്ത് പറയും? എനിക്ക് വേദനയാവെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ എന്നെ വേദനയാക്കലാണ് എന്റെ നന്മ. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ആ വേദന ഈ അനുഭവിക്കണം. അതേ സമയത്ത് ചിലപ്പോൾ ചീത്തയും പറയും. എന്ത്? ഇങ്ങനെ കൊല്ലണം. മനസ്സിലായില്ലേ? അവസരം തന്നപ്പോഴത്തിന് മനുഷ്യനെ കൊല്ലുക. ഇത് ചെയ്യണേ. വേദനയാകുമ്പോൾ സ്വാഭാവികമായി എന്നിൽ നിന്നൊരു വാക്കുണ്ടാണ് എന്ത്? കൊല്ലണം എന്ന്. എന്താ? വേദന ആയിട്ടാണ്. വേദന ആയിട്ടില്ലെങ്കിൽ ചെളി പോവില്ല. വേദന ആയിട്ടില്ലെങ്കിൽ ചെളി പോവില്ല എന്ന് തന്നെയാണ്. പഠിച്ചോ തന്നെ വേദനയാക്കാണ്. എന്ത്? നിന്നിൽ നിന്ന് പോകേണ്ട ഒരു സാധനം പോകേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പ്രയാസം 10 കൊല്ലമായി സെഹറിലാണ് എന്ന് പറഞ്ഞ ഒരാൾ ഈ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. 10 കൊല്ലമായി സെഹറിലാണ്. പോകാത്ത സ്ഥലമില്ല, പോകാത്ത വഴിയില്ല, പോകാത്ത ഉസ്താദില്ല, പോകാത്ത ഞാൻ ഖുർആനിൽ വന്നതാണ്. അള്ളാഹു അവരൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ, എല്ലാവരും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. പക്ഷെ നോക്കൂ, നിങ്ങൾ ആര് വിചാരിച്ചിട്ടില്ല? അള്ളാഹു വിചാരിച്ചില്ല. ചികിത്സയെ കുറ്റം പറയണ്ട. ഇത് എൻ്റെ ഒരു പീരീഡാണ്. എന്തിൻ്റെ? സുബറിന്റെ. അല്ലെങ്കിൽ 1-ാം ദിവസം തന്നെ അതിന് പറ്റിയ ചികിത്സാരിയൊക്കെ കാണാലോ. അണ്ണാക്കിൽ വേദന. ഒരാൾ അബഹയിൽ ജോലി ചെയ്യാം, ഹൈലോ അബഹയിലോ 2 ജോലി ചെയ്യുന്നവരാ എന്നോട് പറഞ്ഞ സംഭവമാണ് പറയുന്നത്. അപ്പൊ അണ്ണാക്കിൽ വേദന, ഭയങ്കര വേദന, അസഹ്യമായ വേദന, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. അങ്ങനെ അയാൾ ഒരു മിസ്രി ഡോക്ടറെ പോയിക്കൊണ്ട്. അപ്പോൾ മിസ്രി ഡോക്ടർ പറഞ്ഞു ഫൈലൊക്കെ ശ്രദ്ധാണ്, നമുക്ക് ക്യാൻസർ ആണ്. തീർച്ചയായും ഇന്ത്യക്ക് പോയിക്കോ, ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് ഇല്ല, ഇന്ത്യയിൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും, ക്യാൻസറാണ്, പോയിക്കോ. പല ഡോക്ടർമാരും കണ്ട് തിരിഞ്ഞ എന്താ കാരണം? അപ്പോൾ കഫീലിനോട് പറഞ്ഞു എനിക്കൊന്ന് ഖുറൂജാവുക, അടിച്ചോണ്ടാണ്. അങ്ങനെ വിളിച്ചു, കഫീൽ വിളിച്ചു, ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, പാസ്പോർട്ട് ഖുറൂജാവുക അടിച്ചിട്ടുണ്ട്, നീ വന്നാൽ പാസ്പോർട്ട് വാങ്ങിക്കോ, എത്രയും പെട്ടെന്ന് പോയിക്കോ പറഞ്ഞു. ടിക്കറ്റ് കൊടുത്തു. അങ്ങനെ പിന്നെ വന്നിരിക്കും. അവരുടെ പുറത്തൊരു ടെന്റ് ഉണ്ട്, ഒരു മൊലാളിന്റെ അറബിയുടെ ഷെയ്ഖിന്റെ ഒരു പുറത്തെ ടെന്റ് ഉണ്ട്. അറബികൾക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടാവും.
അപ്പൊ ആ ടെന്റിൽ അറബിയെ വന്നിരുന്നു. അപ്പൊ അറബി എന്ത് ചെയ്തു, പിന്നെ എടുത്തുകൊണ്ടിരാൻ വേണ്ടി കാവയെ മറ്റോ കൊണ്ടുവരാൻ വേണ്ടി ഉള്ളിൽ പോയി. അപ്പൊ അറബിയുടെ ഒരു ബന്ധുവായ ഒരു വയസ്സൻ അവിടെ വിരുന്നു വന്നിരുന്നു. അപ്പൊ ഈ വയസ്സൻ എന്നോട് ചോദിച്ചു, എനിക്ക് എന്തേ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്ത് അണ്ണാക്കിൽ വേദനയാണ്, സഹിക്കണില്ല, സെറുത്താനാണ്, ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ത്യയിലേക്ക് പോവാണ്. അപ്പൊ ഇയാള് ഈ പഴയ ഈ വയസ്സൻ പറഞ്ഞു, വായ തുറക്കണം. വായ തുറന്നപ്പോ ഇയാൾ ഞാൻ നോക്കി ഒറ്റ കുട്ട കട്ട 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 എന്നൊരു ചോര വന്നു. മാറിയിട്ട മാറി 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 അത് വേസ്റ്റ് ചോര കിട്ടിയതാണ്, ക്യാൻസർ ഒന്നുമില്ല. പിന്നെ അയാൾ പുറത്ത് പോയി ചെടിയിൽ നിന്ന് എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അയാൾ അത് പിഴിഞ്ഞിട്ട് അണ്ണാക്കിൽ കുറച്ച് നേരം, ഭക്ഷണം ഒന്നും കഴിക്കേണ്ട കുറച്ച് നേരം അണ്ണാക്കി തേച്ച് കൊടുത്തു. മുറി ഉണങ്ങും പെട്ടെന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഇവിടെ കുറുജ ഔദ അടിച്ചു, ടിക്കറ്റ് കൊടുത്തു. കഴിഞ്ഞിട്ട് ഇനിയൊന്നും ഉണ്ടാവില്ല, കഴിഞ്ഞു എത്രയേ ഉള്ളൂ. അതായത് അണ്ണാക്കിൽ ഇത് കിട്ടിയതാ. ക്യാൻസർ നിനക്കില്ല, ക്യാൻസർ ലക്ഷണം നിനക്ക് കാണില്ല. ഇത് അണ്ണാക്കിൽ വേസ്റ്റ് ചോര വന്ന് കിട്ടുക, ഇട്ടും ഒറ്റ കയറ്റം. ആ വിരലിലൂടെ ഇങ്ങോട്ട് കാട്ടക്കട്ടെ ചോര വന്നു. എന്തോ അയാൾ അവിടെ തേച്ചു, കഴിഞ്ഞു, ഇനി ഉണ്ടാവില്ല കേട്ടോ. എന്ത് കാര്യം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു, ഇപ്പൊ എന്താ സംഭവിച്ചു? നിനക്ക് അപ്പോൾ തന്നെ അത് സുഖപ്പെടുത്താൻ അള്ളാഹു തആല തീരുമാനിച്ചു. ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് കാലിന് പൈപ്പ് എന്നും. അങ്ങനെ ഡോക്ടർമാർ, അപ്പൊ ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയി പല ഡോക്ടർമാരും ഉണ്ട്, അങ്ങനെ കണ്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു അത് അങ്ങനെ വാദമാണ്, മറ്റേ വാദമാണ്, മറിച്ച വാദം 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 വാദത്തോട് വാദം, എല്ലാവരും വാദം തന്നെ. പല മരുന്ന് തേച്ചു, അലോപ്പതി, ആയുർവേദം, യുനാനി, നാടൻ മരുന്ന്, ഇതൊക്കെ കൊല്ലങ്ങൾ, അനവധി കൊല്ലങ്ങൾ തേച്ചു, ഒരു നിന്നില്ല. ഇങ്ങനെ ചില വിളിച്ചുകൊണ്ടേ. അങ്ങനെ ഇയാളിനോട് പറയാണ്, ഒരിക്കൽ ഞാൻ വെയിൽ കാഞ്ഞു, രാവിലെ ഒരു 9 മണിക്ക് വീട്ടിന്റെ മുന്നിലോ മറ്റോ, ഈ കടന്റെ മുന്നിലൊക്കെ വീടിയുണ്ട്, വെയിൽ കാഞ്ഞിരുന്നപ്പോ എനിക്ക് ഇവിടെ ഇങ്ങനെ ആ പൊട്ടി വലിക്കുന്നോടത്ത് മാന്താൻ തോന്നി. അപ്പോൾ മാന്തി നോക്കുന്ന നേരത്ത് മാന്തിയപ്പോ എന്തുമല്ലോ എന്റെ നഖം തടയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഒന്നും കൂടി ഊക്കിൽ മാന്തി. അപ്പോൾ ഒരു സാധനം അങ്ങനെ വെളി പോലെ. അപ്പൊ കുറച്ചുകൂടി മാന്തി ആകുമ്പോ ഇതും ഒരു എന്തിന്റെ കഷ്ണം പുറത്തുനിന്ന് കഴിഞ്ഞു. അപ്പൊ ഇയാൾ പറയാണ്, 10 or 18 കൊല്ലം മുമ്പ് ഇയാൾ ആദ്യം ഗൾഫ് ചെന്ന സമയത്ത് മസ്രയിൽ ആട് മേച്ചിരുന്നു. ആ ആട് മേച്ച സമയത്ത് എന്തോ ഒന്ന് കാല് കുത്തിയത് ഓർമ്മയുണ്ട്. പിന്നെ നോക്കുമ്പോൾ അടയാളം തൊട്ട് കണ്ടല്ലോ, 2 ദിവസം ഒരു തോല ഇറങ്ങി വേദന ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും ഉണ്ടായില്ല. പിന്നീട് കുറച്ചാലം കഴിച്ചാണ്. അപ്പോഴത്തേന് ഇത് മറന്നു. സംഭവം എന്താ? ഇത് വാദമല്ല വീതമല്ല. ഇതെന്താ പ്രശ്നം? നിന്റേതല്ലാത്ത എന്തിന്റെ കഷ്ടം നിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ സ്വാഭാവികമായി നിന്റെ ശരീരം അതുമായി പൊരുത്തപ്പെട്ടില്ല. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഒരു പൈപ്പ് ഉണ്ടാവും, വീക്കുണ്ടാവും. അതങ്ങനെ എന്ത് വാദമല്ല. ഡോക്ടർമാർ മുഴുവൻ എന്ത് പറഞ്ഞു? ഇത് അങ്ങനത്തെ വാദാണ്, ഇങ്ങനത്തെ വാദാണ്, ഇത് മാറൂല. ഇത് മരണം വരെ മരുന്ന് കുടിക്കേണ്ടി വരും, കഷായം കുടിക്കേണ്ടി വരും. ഇത് കഷായത്തിന്റെ പ്രശ്നമേ അല്ല, കുടിച്ച കഷായം ലാഭം നഷ്ടം. നിങ്ങൾക്ക് മനസ്സിലാണ്ട് പറഞ്ഞത്? എന്തിപ്പോ 10-18 കൊല്ലം അങ്ങനെ ആയത്? അത്രയും കാലം നിന്നെ ശുദ്ധത്തിലാക്കാൻ അള്ളാഹു തആല തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ അത് അന്ന് തന്നെ നിനക്കൊന്ന് ചൊരണ്ടാൻ തോന്നും, അപ്പോൾ അത് ചാടും. എന്തേന്റെ ലാഭം റബ്ബിനോട് എല്ലാ രാത്രിയും ഇജ്ജ് പറയും. ഡോക്ടർമാർ പറയും എന്ത് മരണം വരെ മരുന്ന് കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ താജുൽ സ്കെച്ച് എന്ത് പറയും? റബ്ബേ ഇത് മാറ്റി തരണം, റബ്ബേ ഇത് മാറ്റി തരണം, റബ്ബേ 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 റബ്ബേ. അപ്പൊ 18 കൊല്ലത്തെ താജുൽ കിട്ടും, മാറി കഴിഞ്ഞു. പിന്നെ അങ്ങനെ പെണ്ണുങ്ങളെ പറ്റി പിടിച്ച് കടന്നുറങ്ങും. എന്താ ഓർമ്മ ഉണ്ടാവില്ല, താജുൽ ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ നിനക്ക് പ്രയാസത്തിലായിരിക്കും. അപ്പൊ വേണ്ടത് എന്താ? സബ്ർ. റബ്ബ് നിന്നോട് ആവശ്യപ്പെടാം. അവിടുത്തെ ഹക്ക് തആലയുടെ തേട്ടം നിന്നിൽ നിന്ന് എന്തുണ്ടാകലാണ്? ഹക്ക് തആലയുടെ തേട്ടം നിന്നിൽ നിന്ന് സബ്ർ ഉണ്ടാവലാണ്. ആദ്യത്തെ ഭാഗത്ത് ഹക്ക് തആല നിന്നിൽ നിന്ന് തേടുന്നത് ശുക്രാൻ. നിനക്ക് എന്ത് തരുമ്പോൾ? നിയമ തരുമ്പോൾ. 2, നിനക്ക് പ്രയാസം തരുമ്പോൾ നീ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. 10 കൊല്ലം 5 കൊല്ലം ഒന്നും പറയണ്ട. അതൊക്കെ നിനക്ക് നന്മയാണ്. ഇതെല്ലാം മാറിയാലോ? പിന്നെ നമ്മൾ അങ്ങനെ താജുദൊന്നും കരുതി കൂട്ടി നിസ്കരിക്കൂല. പിന്നെ നമ്മൾ താജുദ് നിസ്കരിക്കൂല, താജൊന്നുമില്ല. അവൻ പകലും എന്നും ഭാര്യ ഭർത്താവ് കൂടി ജീവിക്കണം. ഭാര്യ നല്ല സ്വാലിഹത്താണ്, അവളെ എപ്പോഴും ദ്വാരക്കും. പക്ഷേ എന്റെ കൂടി അപ്പോഴൊന്നും മറ്റേ ഓനെണീക്കൂല. എന്തുകൊണ്ട്? ഓളത് വേണ്ടല്ലോ. ഇപ്പൊ ഓനെ കിടന്നാൽ പ്രശ്നമൊന്നുമില്ല. ഓൾ തെറ്റിപ്പോയാലോ? നിങ്ങളെന്റെ കൂടെ അല്ല, ഓളെ തെറ്റിപ്പോയാലോ? കാക്ക നിങ്ങൾക്ക് വേണ്ടി ആൾക്കാരും വരെ നിങ്ങൾ പണി നോക്കി, ഞാനല്ല. പല ഒളിഞ്ഞില്ല. അപ്പൊ ഇനി മറക്കൂല. എന്തുകൊണ്ട്? അങ്ങനെ നിനക്ക് ആത്മാർത്ഥമായി ദ്വാ ചെയ്യാവുന്ന ഒരാൾ ഇപ്പോൾ ഇല്ല, നിന്റെ കൂടെ അല്ല. മനസ്സിലായോ? അതാണ് അവിടെ ഭാര്യ തെറ്റിപ്പോകൽ നല്ലതാണ്. ഇനി ഭാര്യ താജുദ് നിസ്കരിക്കാൻ എണീക്കാൻ നിന്നാലോ അപ്പോൾ ഇവൻ ചൂടാവും. കുപ്പായം
നിന്നെ നിസ്കാരവും ദ്വയും കണ്ണീരും ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടായില്ലേ? ഇപ്പൊ അതൊന്നും കാണാനില്ലല്ലോ എന്ന് പറയണ എന്തിനാ? ഇപ്പം പറഞ്ഞോളെ എനിക്ക് വേണ്ടി ഒന്ന് വേർക്ക് ഇല്ലെങ്കിൽ നിന്റെ കഥ പോക്കാണ്. ഇത് വേർക്കൊണ്ടാണ് ഞാനിവിടെ എല്ലാം കഴിഞ്ഞോട്. ഓൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലോ ഓളീക്കും ഇനി താജുദ് ഇപ്പം തുടങ്ങും. എന്തുകൊണ്ട് ഓളെ നിർത്തി? അപ്പോൾ അവൾ താജുദ് നിർത്തൽ നിൽക്കല്ലാണ്. എന്തുകൊണ്ട് പറയാനായി താജുദ് തുടങ്ങി. അപ്പൊ പിന്നെ ഓളും പറഞ്ഞു എന്താ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇരിക്കും നോക്കിയതാ ഞാൻ. നമ്മളിങ്ങനെ തുറന്നരാ നിങ്ങളിങ്ങനെ മൂക്കറ വിട്ടാണ് കിടക്കുക. അപ്പൊ അതൊന്നും ആരും വിചാരിച്ച് ഞാൻ തൽക്കാലം നിർത്തിയതാ. അപ്പോൾ നീ ഒരു പ്രയാസത്തിലാണെങ്കിൽ നിന്നിൽ നിന്ന് എന്തുണ്ടാകണം? എന്തുണ്ടാവണം? സുഖമുണ്ടാവും. പ്രയാസവും നല്ലതാണ്. ചിലപ്പോൾ നീ കുറ്റം ചെയ്യരുത്. അവിടെ എന്തു ചെയ്യും? അപ്പോൾ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് തൗബയാണ്. തൗബ ചെയ്താലോ നമ്പിക്കമല്ലാതല്ലോ. പിന്നെ കുട്ടിയെ കുട്ടിയെ പഠിച്ചാൽ ഒരിക്കലും തന്നെ നീ തെറ്റിയത് എന്തുകൊണ്ടാ? നീ തെറ്റിയത് എന്തുകൊണ്ടാ? തെറ്റിയത് എന്തുകൊണ്ടാ? ഒരു തെറ്റിന്റെ പേര് നീ കുട്ടിയെ പിന്നെ എന്നും കാര്യം പഠിച്ചോനെ അങ്ങനെ സംഭവിച്ചല്ലോ ആരായി പോ കുട്ടിയെ. ഏതാണ് ഈ കുട്ടി? വേറെ ഹദീസാണ്. അപ്പൊ അടിമ തെറ്റിയൂലേ? തെറ്റി. അടിമയാണ് തെറ്റ് ചെയ്യും. ചിലപ്പോ തെറ്റിയൂല അടിമയാവൂല, അങ്ങനെയാവും. മനസ്സിലായില്ല? ആളാരല്ല വേറെ ആരല്ല, തെറ്റേ ചെയ്യും. ഒരേ ചെയ്യുന്ന ആള് നിരീശ്വരവാദിയാണ്. അങ്ങനെ ആള് നിരീശ്വരവാദിയാ. എന്നാലും ആളെ പറ്റി വിശദീകരിക്കുന്നോട്ട് നാട്ടുകാർ പറയും എന്നാലൊരു മനുഷ്യന് പട്ടുപോലത്തെ ഒരു മനുഷ്യനാണ്. ഒരു രായിരായില്ലെന്നാണ് കൂടി പറഞ്ഞാല് മൂപ്പർക്ക് സ്വർഗം കിട്ടിയിട്ട് ആൾക്കും കിട്ടുള്ളൂ. അങ്ങനത്തെ വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതല്ല നിങ്ങൾ അന്തം വിട്ട് നടക്കിയിരുന്നോ എന്ന് അറിയാനാണ് ചോദിക്കുന്നത്. ചില ആളുകൾ പറയുമ്പോൾ പറയില്ലേ എന്ത് എന്നാലൊരു ഭയങ്കര മനുഷ്യനാണ്. ഒരു അബദ്ധ മനുഷ്യന് വന്ന എനിക്കോർമ്മല്ല. ഒരാൾ ഒരു വാക്കിലേറല്ല ചിരിച്ചിട്ടല്ല അത് വർത്താൻ പറയില്ല. പക്ഷെ ആളാരാ? മൂപ്പരെ ഏൽപ്പിച്ച മൂപ്പര് ഒരു അബദ്ധം പറ്റില്ല. മൂപ്പര് ഒന്നും ചെയ്യൂല. മൂപ്പര് അയൽവീട്ടിലെ ഭർത്താവില്ലാത്ത സമയത്ത് ഭാര്യന്റെ വാതിൽ മുട്ടൂല. അതൊന്നും മൂപ്പര് ഉണ്ടായിട്ട് തന്നെ ഉണ്ടാവൂല. മൂപ്പർക്ക് നേരെ കയറിയിരിക്കും കുട്ടികളെ. ഒന്നും കയറിയിരിക്കും കുട്ടികളെ, ഒന്നും കയറിയിരിക്കും. മൂപ്പര് പേടിയെ ഏൽപ്പിച്ചതോട് പേടിയുടെ മൂപ്പർ എടുക്കൂല. ഇവിടെ എന്താ സംഭവിച്ച അവർ വിഷയത്തിലേക്ക് തിരിച്ചറി. അടിമയുമല്ല കുറ്റവുമില്ല. അടിമയാണ്, കുറ്റം ചെയ്തു. മനസ്സിലായി? അടിമയാണ്, പക്ഷെ എന്ത് പറ്റി? തെറ്റ്. അപ്പൊ ഉട്ടനെ നീ എന്തിൽ കൂടും? മാപ്പാക്കണം. ഈ വാക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിരീശ്വരവാദി ഉണ്ടാവില്ല. മാത്രമല്ല അയാൾ കുറ്റം ചെയ്യാത്തത് കാരണം മറ്റു പലർക്കും നിരീശ്വരവാദി ആകാൻ തോന്നും. എന്താണെങ്കിലും മൂപ്പരപ്പോഴത്തെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലില്ല. അപ്പൊ ഏതോ SSLC കഴിഞ്ഞ യുവാക്കൾക്കൊക്കെ എന്ത് തോന്നും? നിരീശ്വരവാദിയായ എന്താ? നമ്മൾ നാട്ടിൽ മമ്മദൊക്കെ ബാങ്ക് കൊടുക്കണം മുമ്പ് പള്ളിയൊക്കെ വേണം. മമ്മദിനെ നമ്മക്കറിയില്ലേ മോനെ കൊണ്ടുള്ള ശല്യത്ര നല്ലത് മനുഷ്യൻ നിരീശ്വരവാദിയാക്കല. മൂപ്പര് നമ്മളെ ഇയാൾ കുറ്റം ചെയ്യില്ല. അപ്പൊ ഇവിടെ കുറ്റം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എന്താ ഉണ്ടായത്? എന്താ പ്രചരിക്കുന്നത്? പറ ചെങ്ങ എന്താ ഇവിടെ പ്രചരിച്ച്? നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയും വരും. മനസ്സിലായില്ല? അപ്പൊ അടിമ എന്ത് ചെയ്യും? അടിമ എന്ത് ചെയ്യും? കുറ്റം ചെയ്യും. അടിമ തന്നെ ചിലപ്പോൾ മാസ്യത്തിന് വക്തരേക്കും, അബദ്ധം ചെയ്യും, തെറ്റി. അപ്പോൾ ഹഖ് നിന്നിൽ നിന്ന് തേടുന്നത് തോബ ഉണ്ടാകണം. തോബ ചെയ്തപ്പോൾ ഈ ആരുമായി സുലൈഖയാണ് തെറ്റിയത്. സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം തെറ്റിയില്ല, മഅ്സൂമികളാണ്. തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യൂല. പക്ഷെ എന്ത് പറഞ്ഞു? ഞാൻ എന്നെ ഒഴിവാക്കി പറയുന്നില്ല. ഏത് നഫ്സും മനുഷ്യനോട് ചീത്ത കൽപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ വിനയത്തിന് അവസാനം നോക്കി കുറ്റം ചെയ്തോ? ഇല്ല. പക്ഷെ വേറൊരുത്തി തന്നിൽ കുറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും താൻ താഴ്ത്തി കറങ്ങി. ഞാൻ എന്റെ നഫ്സിനെ ഒഴിവാക്കി പറയുന്നില്ല. ഒഴിവാക്കി പറയാലോ? എന്താ ഒഴിവാക്കി പറഞ്ഞൂടെ? പറയവിടെ ഒഴിവാക്കി പറഞ്ഞൂടെ? പറ കുട്ടിയെ ഇന്ത്യ അങ്ങനത്തൊന്നും വരൂല ഉറപ്പ്. പക്ഷെ പറഞ്ഞെന്താ ഞാൻ അന്യായിട്ട് ഒഴിവാക്കണില്ല. ഇതിന്റെ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ഒഴിവാക്കി പറയണില്ല. ചീത്ത കൽപ്പിക്കുന്ന കാര്യം ഉറപ്പാണ്. ഞാൻ ചെയ്തിട്ടില്ല, എന്നാ ഞാൻ എന്നെ ഒഴിവാക്കി പറയുന്നില്ല. ഒഴിവാക്കി പറഞ്ഞൂടെ? പറയാ ഒഴിവാക്കി പറയാ. പക്ഷെ എന്തുകൊണ്ട്? അത് വിനയ. കുറ്റം ചെയ്തതല്ല സയ്യിദ്നാ ആദം. പക്ഷെ ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞു റബ്ബന വലംന മഅ്സൂമാണ് സയ്യിദ്നാ ആദം. കുറ്റല്ലത്, അതൊരു സബബാണ്. എന്തിന്? മനുഷ്യൻ ഭൂമിയിൽ എത്താനുള്ള സബബാണ്. എന്ത്?
പരമോനെ ഭൂമിയിൽ മനുഷ്യൻ എത്താനുള്ള സബബാണ് എന്ത്? പഴങ്കൈക്കൽ. പക്ഷെ അവിടെ ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ അത് അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടാണത്. അതിന് മനുഷ്യന് പാടുണ്ട്. എന്തുകൊണ്ട് ഈ പഴത്തിന്റെ ചർച്ചയെ പറയാത്ത പണ്ഡിതന്മാരില്ല? എത്ര തവണയാണ് ഖുർആൻ അത് ധരിച്ച്? കാരണം മനുഷ്യൻ എപ്പോഴും സൂക്ഷ്മത വരണമെങ്കിൽ ഈ പഴം കഴിക്കൽ. എന്തുകൊണ്ട്? നിന്നിൽ എപ്പോഴും തെറ്റ് ചെയ്യാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും കേട്ടോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തന്ത്രപരമായ കാര്യമാണ് എന്ത്? പഴം കഴിക്കൽ. മഹസുമാണ് സയ്യിദ്ന ആദം. പക്ഷെ ഭൂമിയിൽ ഇറങ്ങിയപ്പോ എന്താ പറഞ്ഞത്? ഞാൻ കുറ്റം ചെയ്തു, ഞാൻ നബിയല്ലേ? പഠിച്ചോനെ നല്ല പറഞ്ഞു. ഞാൻ കുറ്റം ചെയ്യില്ലല്ലോ, ഞാൻ നബിയല്ലേ നല്ല പറഞ്ഞു. പിന്നെന്താ? റബ്ബനാ ളലംനാ അൻഫുസനാ. തെറ്റിയിട്ടുണ്ടോ? പറയില്ല. കാരണം ഇതാരാണ്? ഇത്തിഫാഖാണ് അഹ്ലുസുന്നക്ക്. യാതൊരു തെറ്റും ചെയ്യാത്തവരാണ് ആര്? അമ്പിയാവ്. എന്നിട്ട് എന്ത് പറഞ്ഞു? റബ്ബനാ ളലംനാ അൻഫുസനാ. അപ്പൊ എന്താ മൂന്നാമത്തെ കാര്യം? ഇമ്മാ അൻ തകൂന ഫീ വഖ്തിൽ മഅസിയ. ചിലപ്പോൾ നീ എന്തിലായിരിക്കും? തെറ്റിലായിരിക്കും. ഫമുഖ്തദൽ ഹഖ് മിൻക വജൂദ് തൗബ. ഇതെല്ലാം ഒരു പഠിക്കണം. ഇത് പഠിക്കണം. ഇതിൽ ഒതുങ്ങിയാൽ ആരാകൂ? ലഹമിസലഹ. അഞ്ചാമത്തെ അവസ്ഥ അടിമക്കില്ല. അടിമയാകാതെ അള്ളാഹുവിനെ പൊരുത്തം കിട്ടൂല. അടിമയാകാതെ സ്വർഗ്ഗത്തിൽ കിടക്കൂല. അടിമയാകാതെ രക്ഷപ്പെടൂല. അടിമയാകണമെങ്കിൽ എന്ത് ഒതുങ്ങണം? പറമോയ. അപ്പൊ ഇതിൽ പെടാത്ത ഒരു അബ്ദുറഹ്മാനോ ഒരു ആലബിക്കുട്ടി ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ? ആ ആലബിക്കുട്ടി മുസ്ലിം തന്നെ. പക്ഷെ ആരല്ല? അടിമയല്ല. അടിമയാണോ? രക്ഷപ്പെടും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. പെട്ടെന്ന് പറഞ്ഞു. മൂന്നെണ്ണം ഓരോ നിങ്ങൾ പറയും. ഒന്ന്, നിഅമത്ത് കരസ്ഥമാവുന്ന സമയം എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. രണ്ട്, പ്രയാസം അനുഭവിക്കുന്ന സമയം സബർ ചെയ്യണം. ഒരാളോട് പരിധിവിട്ട് പറയരുത്. അതേസമയത്ത് ചികിത്സാരിയോട് പറയുന്നതിന് വിരോധമില്ല. അത് ചികിത്സാരിയുടെ അളവിൽ മാത്രം അങ്ങനെ പറയണം. ബാക്കിയൊക്കെ ആരോട് പറയണം? എന്തോ പറ്റി മാപ്പാക്കണം. എന്റെ രക്ഷപ്പെടുത്തി തരണം. അതും നിനക്ക് അള്ളാഹു നീ തമ്മിൽ അകലല്ലാതെയോ? എന്തുകൊണ്ട്? അൽമിൻസായിൽ ചോദിച്ചവരുണ്ടോ ചോദിക്കുന്നവരുണ്ടോ എന്ന് എല്ലാ രാത്രിയും പറയുമ്പോൾ നീ ചോദിക്കണം. അപ്പൊ നീ അള്ളാഹു തമ്മിൽ അകലല്ലാതെയോ? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെന്താ മൂന്നാമത്തെ കാര്യം? ചിലപ്പോൾ നീ തെറ്റിന്റെ സമയത്തായിരിക്കും. അടിമയാണ്, എന്ത് ചെയ്യും? തെറ്റിച്ചു. അടിമയാണ്, തെറ്റിച്ചു. അമ്പിയാനെ തെറ്റില്ല, അടിമ തെറ്റിച്ചു. സ്വഹാബി വ്യഭിചരിച്ചു. അപ്പോഴത്തെ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അടിമയാണ്. അതിലും അടിമക്ക് പാടുണ്ടാവും. അതിലും അടിമക്ക് പാടുണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. തല കൊടുത്ത് ചിന്തിക്ക്. അപ്പോഴും അടിമക്ക് അതിൽ പാടുണ്ട്. തൗബ. അങ്ങനെ കരിയും. ദിവസം കരിയും. രാജകൊട്ടാരത്തിൽ രാജകുമാരന്മാർക്ക് വേശ്യാവൃത്തി നടത്തുന്ന ആളുകൾ പിന്നീട് ചരിത്രത്തിൽ ആബിദത്തും സ്വാലിഹത്തുമായി മരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട്. അള്ളാഹുവിന്റെ മാറ്റത്തിൽ അരിഞ്ഞു വിടുവന്നിട്ടുണ്ട്. തെറ്റ് ചെയ്ത ചരിത്രത്തിൽ തെറ്റ് ചെയ്ത സ്ത്രീ അവസാനം തൗബ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ കഅബാലയം കണ്ടപ്പോഴത്തേന് നീ എന്നെ ഇവിടെ എത്തിച്ചല്ലോ റബ്ബേ, അള്ളാഹു വീണു. അപ്പം വെച്ചു. അങ്ങനത്തെ ചരിത്രമുണ്ട്. എത്ര ഭാഗ്യ. ഈ പെണ്ണാര വേശ്യ. അങ്ങനെയുണ്ട്. മനസ്സിലായില്ല? ഈ പെണ്ണാര വേശ്യ. അള്ളാഹുവിന്റെ കഅബാലയത്തിൽ എന്നെ എത്തിക്കണേ, എനിക്ക് തൗബ ചെയ്യണേ, എനിക്ക് അപ്പൻ പാവപ്പെട്ട പെണ്ണ് തൗബ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല. അവിടെ തൗബ ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യും? തൗബ ചെയ്യാൻ വേണ്ടി പെണ്ണ് എവിടേക്ക് വന്നു? കഅബാലയത്തിലേക്ക് വന്നു. പരിശുദ്ധ കഅബത്തിൽ ശരീഫത്തിലേക്ക് നോക്കുന്ന മാത്രയിൽ മണ്ണിൽ വീണു. അപ്പം വെച്ചു. അതേ നാട്ടിൽ വേറെ നിസ്കാരക്കാരുണ്ടാവും. പോണെന്ന് കഅബാലയത്തിൽ പോണെന്ന് തോന്നിയിട്ടില്ല. അപ്പൊ അവരെക്കാൾ മുഖറബത്താണ് ആര്? ഈ പെണ്ണിന് പണി എന്തായിരുന്നു? വേശ്യാവൃത്തി. അതിന്റെ കൂടെ അല്ലേ ഒന്ന് മനസ്സിലാക്കുക. പക്ഷേ എന്തുണ്ടായി? റബ്ബേ നന്നാകണം. പിന്നെ നന്നാകാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാ? ആ കഅബാലയ. അവിടെ കൊണ്ടു. കഅബാലയം കണ്ട മാത്രം നിന്റെ വീടല്ലേ, നീ എന്നെ ഇവിടെ എത്തിച്ചില്ലേ, വീണു. അപ്പം വെച്ചു. മനസ്സിലായില്ലേ? ഈ പെണ്ണാര മുഖറബത്ത. അത്ര ഇഷ്ടമാണ് ആരെ? അള്ളാഹുവിനെ. തെറ്റിയിരുന്നു. ചിലപ്പോൾ അടിമ തെറ്റിന്റെ ഒരു വക്തിലുമായിരിക്കും. നാലും കൂടി പറഞ്ഞ നാലാമത്തെ അവസാനിപ്പിക്കും. ചിലപ്പോൾ നീ ആരാധനയുടെ അവസ്ഥയിലായിരിക്കും. അനുസരണ, വഴിപ്പെടൽ. ഇതൊരു അത്ഭുതകരമായ വാക്കാണ്. ഇപ്പൊ നീ മനസ്സിലായില്ലേ? ചിലപ്പോൾ നീ എന്തിലേക്കും? അനുസരണ, നിസ്കരിക്കുക, നോമ്പ് വെക്കുക ഒക്കെ. ഇപ്പൊ അതിലാണ് അപ്പോൾ ഹഖ് തആല നിന്നിൽ നിന്ന് അവിടെ തേടുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നീ സാക്ഷ്യം വഹിക്കലാണ്. പഠിച്ചോനെ, നിന്റെ തൗഫീഖ് കൊണ്ടാണ് നിസ്കരിക്കാൻ കഴിഞ്ഞത്.
അപ്പൊ നിസ്കാരം അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. അതേ സമയത്ത് നമ്മൾ 90% മനസ്സിലാക്കുന്നത് നിസ്കാരം ഇവിടുന്ന് അങ്ങോട്ട് പോയതാണെന്നാണ്. അല്ല, നിസ്കാരം അവിടെ നിന്നിട്ട് വന്നതാണ്, ഇവിടെ നിന്ന് പോയതല്ല. അവിടെ എൻ്റെ ആവശ്യമില്ല. നിസ്കാരമുണ്ട്, അള്ളാഹു അനുഗ്രഹിച്ചത് അള്ളാഹനല്ല, നിന്നെ തന്നെയാണ്. ആ അനുഗ്രഹത്തിന് നീ സാക്ഷി പഠിച്ചവനെ എനിക്ക് രണ്ടരക്കാറ്റ് നിസ്കരിക്കാൻ പറയും അള്ളാ. അപ്പൊ നീ അവിടെ നിസ്കാരത്തെ അല്ല കാണുന്നത്, പകരെന്തിനെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം. നീ സാക്ഷിയായി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നീ സാക്ഷ്യം വെച്ചു. കഴിഞ്ഞു നിസ്കരിക്കാൻ കഴിഞ്ഞു, നോമ്പ് വലിക്കാൻ കഴിഞ്ഞു. രാവിലെ മുതൽ ഇന്നത്തെ ദിവസത്തെ നോമ്പ് അള്ളാ നിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇന്ന് നോമ്പ് കഴിയില്ല. രാവിലെ സ്വലാത്തിൽ അള്ളാ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താല, അവിടുന്ന് തൊട്ട് കാക്ക ഒരു സ്വലാത്തിലൂടെ, എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മകൻ ഷക്കീക്കായാക്ക് ഒരു സ്വലാത്തിലൂടെ. നിനക്ക് 1000 സ്വലാത്തില്ലാൻ കഴിഞ്ഞത് നീ പഠിച്ചോൻ അങ്ങോട്ട് കൊടുത്തല്ല, പഠിച്ചോൻ നിനക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നീ പിന്നെ 1000 അല്ല അങ്ങോട്ട് പറയേണ്ടി വരും. എന്തിന് 1000 സ്വലാത്തില്ലേ ജിന്നി? അതൊന്നും ലെവലായി കിട്ടണമെങ്കിൽ 1000 അൽഹംദുലില്ലാ അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ വിചാരിക്കുന്നത് 1000 സ്വലാത്ത് അങ്ങോട്ട്, അവിടെ അത് ആവശ്യമില്ല. നബിക്കോ ആവശ്യമില്ല. മലക്കളും തന്നെ എത്ര മലക്കൾ എത്ര ഇല്ലാവൂ. അള്ളാഹിന്റെ പട്ടാള കൂട്ടത്തിന്റെ എണ്ണം അള്ളാഹ് ഇല്ലാത്തൊരാൾക്ക് അറിയില്ല. നിങ്ങൾ 840 കോടിയുള്ളൂ, മറ്റത് 80,900 കോടി എത്ര അള്ളാഹു ആയാലും. അള്ളാഹിന്റെ പട്ടാളത്തിന്റെ എണ്ണം അള്ളാഹ് ഇല്ലാത്തൊരാൾക്ക് അറിയില്ല. എത്രായിരം കോടിയാ ഒരു കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചെടി മുളച്ചെടുത്ത് മലക്കുണ്ടോ? ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം അത് ജയിക്കുമ്പോഴത്തിന് 100 മലക്കെങ്കിലും ഇടപെടും. ഒരാളെ ഭക്ഷണം ജയിക്കുമ്പോഴത്തിന് എത്ര മലക്ക്? 100 മലക്കെങ്കിലും ഒരു മനുഷ്യന്റെ ഭക്ഷണം ദഹിക്കുമ്പോഴത്തിന് ഇടപെടും. 100 മലക്കെങ്കിലും. ഒരു ചെടിയുള്ളടത്ത് ആരുണ്ടാവും? ഒരു മലക്കുണ്ട്. എത്ര ചെടി ഇപ്പോൾ ഈ ലോകത്ത്? നീ ചിലപ്പോൾ ഒരു എലമ്പലൊരു മലക്കുണ്ടാവും. അങ്ങനെ ഉണ്ടാകും. അത് ഔട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ സ്വലാത്തില്ല എനിക്ക് അഭിമാനം. പിന്നെ എന്തിനാ എൻ്റെ സ്വലാത്ത് പറഞ്ഞ മനസ്സിലായോ? അവിലും മതിലും കൊണ്ട് കുചേലൻ കൃഷ്ണനെ കാണാൻ പോയ കഥ ഉണ്ട്, ഒരു ഐതിഹ്യം. അപ്പോ ഭാര്യ പറഞ്ഞു, ഇത് കുചേലൻ കൃഷ്ണൻ രാജാവാണ്, അവർക്ക് ഇത് ആവശ്യം ഉണ്ടാവില്ല. അപ്പോഴും കുചേലൻ പറയാണ്, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, അതവർ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. തിരിഞ്ഞിട്ടില്ല. ഇതൊരു ഐതിഹ്യം, നല്ലൊരു പാടുണ്ട്. കുചേല വൃത്തം വഞ്ചിപ്പാട്ട് മനസ്സിലാണ്. ഇവിടെ കുചേലൻ അവിലും കൊണ്ട് പോവാണ്, കൃഷ്ണൻ യദുവശ പ്രശ്നത്തിലെ ചക്രവർത്തിയാണ്. ഐതിഹ്യം ഏത് കിട്ടാമെന്ന് ചോദിക്കണ്ട, ഒരു ഐതിഹ്യം പാടുണ്ട്. ഭാര്യ മക്കളും കൂടി കൃഷ്ണന്റെ അടുത്തെത്തി നമ്മൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പോവുക. അപ്പോൾ അവില് കൊണ്ടുപോവുക. അവില് കൃഷ്ണൻ ആവശ്യം ഉണ്ടാവില്ല. എവിടുന്നോ കിട്ടിയ നെല്ലുകൊണ്ടാണ് കുചേലൻ അവലുണ്ടാക്കിയത്. അങ്ങോട്ട് പോകും. അപ്പോൾ ഭാര്യ പറഞ്ഞു അവർക്കത് വേണ്ടിയില്ല. അപ്പോൾ ഭർത്താവ് കുചേലൻ എന്ന് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, അവിടുന്ന് അത് സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു. ഈ ഒരു മനസ്സിലായില്ല. എന്റെ നിസ്കാരം പഠിച്ചോൻ സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു. നിങ്ങൾ നിസ്കാരം ഒന്നും പഠിച്ചാൽ വേണ്ടിയില്ല, വേണ്ടി തന്നെ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. കൃഷ്ണനെ അവല് വേണ്ട. അതേസമയത്ത് കുചേലന്റെ കയ്യിൽ ഈ കറുത്ത നെല്ല് ഇടക്കിടക്കുള്ള ഈ പതിരിമണ്ണ് ഉണ്ടാക്കിയ ഈ ഔലല്ലാതെ ഒരു സാധനം കൊടുക്കാൻ കുചേലന്റെ കയ്യിൽ ഇല്ല. പിന്നെ കുചേലൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അവിടുന്ന് അത് വാങ്ങിയാൽ രക്ഷപ്പെട്ടു. മനസ്സിലായില്ല? റബ്ബിന് നിന്റെ നിസ്കാരത്തിന്റെ ആവശ്യം ഇല്ല, വാങ്ങിയാൽ രക്ഷപ്പെട്ടു. അപ്പൊ വാങ്ങൽ ഒരു അനുഗ്രഹമാണ്. ആരുടെ? പഠിച്ചവനെ. അവിടുന്ന് വാങ്ങാതിരിക്കൂല. കൃഷ്ണൻ വലിയ ദയാലുവാണ്, വാങ്ങാതിരിക്കൂല എന്നാ കുചേലൻ പറയുന്നത്. അതായത് ഈ സമ്മാനം വാങ്ങുന്നതും കൃഷ്ണന്റെ ദയാണ് എന്നാ പറഞ്ഞു പോണേ. നിങ്ങളുടെ ഐതിഹ്യത്തിന് ഞാൻ ഉപമ പറയാം, നിൽക്കാൻ നാവ് കിട്ടിയ അതായതുകൊണ്ട്. നീ നേരെ ഇരിക്കും. മനസ്സിലാവുന്ന പറഞ്ഞത് ഒരു വിവാദത്തിൽ പോലും നീ ആരെ കാണണം? അള്ളാഹുവിനെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഈ വിവാദത്തെ ചെയ്യാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അതിന് പകരം നമ്മളിപ്പോ എന്താ ചെയ്യണത്? നമ്മൾ ആരാധന ചെയ്യുമ്പോൾ നമ്മളുടെ മഹത്വം കാണുന്നത്. അപ്പോൾ എവിടുന്ന് പുറത്തുപോയി? നിസ്കരിച്ചു പുറത്തുപോയി. മനസ്സിലായില്ല. 100 റക്അത്ത് നിസ്കരിച്ചിറങ്ങിയപ്പോൾ ഒരു ഫാസിഖിനെ കണ്ടു. അപ്പോൾ ഫാസിഖിനോട് പറഞ്ഞു, യാ ഫാസിഖ് ഇന്നക ലാ തദ്ഖുൽ ജന്ന ഫയഖൂലുല്ലാഹു അഹ്ബതു അമലക ഫമൻ അദ്ന ലക ഇന്നി ലാ ഉദ്ഖിലു അബ്ദി ഹാദാ അൽ ജന്ന. എന്റെ റഹ്മത്തിൽ എന്റെ അടിമയെ കടത്തില്ല എന്ന വിചാരം എന്റെ അമൽ മുഴുവൻ ഞാൻ ഇപ്പൊ പൊളിച്ചു. മനസ്സിലായി? 100 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങിയില്ല. അപ്പോൾ ഒരു ഫാസിഖിനെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ഫാസിഖിനെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? യാ ഫാസിഖു ഇന്നക ലാ തദ്ഖുൽ ജന്ന, യാ ഫാസിഖ് ഇജ്ജ് സ്വർഗ്ഗത്തിൽ കടക്കൂല. അപ്പോൾ അല്ലാഹു പറയും, എന്റെ അടിമയോട് നീ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് പറയുക ഇശാര. ഈ സ്വർഗ്ഗത്തിൽ കടക്കൂല. അപ്പൊ ആവശ്യം മുഴുവൻ നിസ്കരിച്ച എവിടെ കടക്കൂല? പറ മോനെ, സ്വർഗ്ഗത്തിൽ കടക്കാൻ സാരം നിസ്കാരം ഒക്കെ ആരുടെ അനുഗ്രഹമാണ്? അള്ളാന്റെ അനുഗ്രഹം. അപ്പൊ അവനെന്താ വിചാരിക്കണ്ടേ? മറ്റൊരു ഉപദേശിക്കാം. പിന്നെ മോനെ ശ്രദ്ധിക്കണം കേട്ടോ. അതേസമയം മനസ്സിലെന്തായിരിക്കണം? നിസ്കരിച്ച ഞാനും നിസ്കരിക്കാത്തവൻ നോക്കിയാൽ ചിലപ്പോൾ അള്ളാഹ് അടുത്ത് വലിയ മോനായിരിക്കും. ഇതാണ് ആര് വിചാരിക്കുക? അബ്ദു വിചാരിക്കാം. അബ്ദല്ലാത്തവൻ നിസ്കരിച്ച അംഗീകരിക്കും, അബ്ദല്ലാത്തവൻ സദഖത്ത് അംഗീകരിക്കും. മനസ്സിലായില്ല? ഡ്രസ്സിന്റെ പിരിവിന് വേണ്ടി പോയപ്പോൾ മലയാളി എന്ത് പറഞ്ഞു? നമ്മളപ്പോഴത്തോളം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ നടത്തി കൊടുക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞു.
മനസ്സിലായില്ല? അരിഞ്ചാക്കൊണ്ട് എല്ലാ ദിവസം അട്ടിടുന്ന അരിഞ്ചാക്കാണ് മുതലാളി കൊടുത്തേക്കുന്നത്. പക്ഷെ മുതലാളി ഒരിക്കൽ എന്ത് പറഞ്ഞു? എന്നെപ്പോലത്തെ ഉണ്ടായതുകൊണ്ടൊക്കെ അല്ല, കഴിഞ്ഞു. അപ്പോൾ ഇതിന് ആയിരക്കണക്കിന് 10,000 അരിഞ്ചാക്ക് കൊടുത്തേച്ചിട്ടുണ്ട്. പക്ഷെ പോയി, ഒറ്റ വർഷം പോയി. എന്നാൽ ഈ അരിഞ്ചാക്ക് അവിടെ കൊണ്ട് ചേർക്കുമ്പോൾ അവിടെ ഗേറ്റ് കീപ്പർ ആയാലും വേറെ മുസ്ലിം ഉണ്ട്. അപ്പം പറയാൻ പഠിച്ചോനെ, ഈ സാധുക്കളായ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ കൊടുക്കാനുള്ള അനുഗ്രഹം എൻ്റെ കൈ കിട്ടിയില്ല പഠിച്ചോനെ. മരിക്കുന്ന മുമ്പെങ്കിലും ജീവിക്കുന്ന അവസരം കൊണ്ടാണ് ഈ കുട്ടിയുടെ ഭക്ഷണം കൊടുക്കാൻ. ഇവനാരായി? തിരിഞ്ഞില്ല, എവിടെയാ കിടക്കുന്ന അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വരും. മനസ്സിലായില്ലേ? അടിമാനുള്ള കാഴ്ചപ്പാടാ. അവസാനത്തെ കാഴ്ചപ്പാടെന്താ? എന്നിൽ നിന്ന് താഴത്തുണ്ടായത് പോലും കപ്പിലെത്തിനാണ്. മനസ്സിലായില്ലേ? അനുഗ്രഹമല്ലാത്ത ഒന്നും ആർക്കില്ല. അടിമക്കില്ല, അടിമ നാരണത്തില്ല. ശ്രദ്ധിച്ചൊന്നും. അടിമ നാലിൽ ഒരു സമയത്തായിരിക്കും, അഞ്ചാമത്തെ സമയം അടിമക്കില്ല. إما أن تكون في وقت نعمة فمقتضى الحق منك وجود الشكر، وإما أن تكون في وقت شدة فمقتضى الحق منك وجود الصبر، وإما أن تكون في وقت معصية فمقتضى الحق منك وجود التوبة، وإما أن تكون في وقت طاعة فمقتضى الحق منك شهود المنة. ഇനി അഞ്ചാമത്തെ അവസ്ഥ അടിമക്കില്ല. നാലാമത്തെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇങ്ങോട്ട് പോകും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് സയ്യിദുൽ ആബിദീൻ. ഇപ്പം അൽമുസ്സലാത്തിലേക്ക് വരും. അൽമുസ്സലാത്തിൽ സയ്യിദുൽ ആബിദീൻ ആൾ തന്നെ സയ്യിദുൽ തൈബീൻ, സയ്യിദുൽ ശാകിരീൻ, സയ്യിദുൽ നാദിമീൻ, സയ്യിദുൽ സ്വാബിരീൻ. ആരാണോ സയ്യിദുൽ ശാകിരീൻ ആളെന്നെ സയ്യിദുൽ സ്വാബിരീൻ. ആരാണോ സയ്യിദുൽ ആബിദീൻ ആളെന്നെ സയ്യിദുൽ നാദിമീൻ. സയ്യിദുൽ ആബിദീൻ അള്ളാഹ്ക്ക് ആരാധന നടത്തിയവരിൽ നേതാവ്. സയ്യിദുൽ നാദിമീൻ ഖേദിച്ചവരിൽ നേതാവ്. സയ്യിദുൽ തായിബീൻ തൗബ ചെയ്തവരിൽ നേതാവ്. സയ്യിദുൽ ഖാശിഈൻ ഭയപ്പെട്ടവരിൽ നേതാവ്. എല്ലാവരും സയ്യിദുൽ ആബിദീൻ നബിയാണ്, സയ്യിദുൽ ആലിമീൻ നബിയാണ്, സയ്യിദുൽ ശാകിരീൻ നബിയാണ്, സയ്യിദുൽ തായിബീൻ നബിയാണ്, സയ്യിദുൽ നാദിമീൻ നബിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിലപാടാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സയ്യിദുൽ ദിയാദം ഞാൻ ആൺമക്കളൊക്കെ നേതാവാണ്. ഒരു ഫഖറല്ല, ഒരു അറിയിപ്പാണ്. ഫഖറില്ല, ദുരഭിമാനമില്ല. പക്ഷെ അങ്ങനെയാണ്. പക്ഷെ പറയാനൊന്നുമില്ല. പക്ഷേ ഫഖറില്ല. അനറബികൾ അവരുടെ രാജാക്കന്മാരെ ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി എനിക്കരുത്. വിനയത്തിന്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി എനിക്കരുത്. അതേസമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് കയറിച്ചാൽ കുറച്ച് ആളുകൾ ഇരുന്നു. അപ്പോൾ ഹസൻ പാട്ട് പാടി. ഒരു സമൂഹം അവർ ലോകം കണ്ട അത്ഭുതത്തെ ചില ആളുകൾ കാര്യത്തിൽ അത്ഭുതമാണ്. ഈ അഴകിനെ അവർ കാണുന്നുണ്ട്, പക്ഷെ എണീക്കരുന്നായി പറഞ്ഞിട്ടുണ്ട്. എന്ത് വിനയത്തിന്റെ അവസാനം എണീക്കൽ മനുഷ്യന്റെ ബാധ്യത. ചിലവർ എന്ത് ചെയ്തു? പിന്നെ ഇരുന്നു. അപ്പോൾ ഹസൻ പാട്ട് പാടി. അല്ലാത്ത കിട്ടിയത് നബിയത് പറയില്ല, നമ്മൾ എണീക്കാതിരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. നബിയത് പറയും. എന്തുകൊണ്ട്? വിനയാന്യതിൽ നേതാവാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എനിക്ക് നിങ്ങൾ എണീക്കരുത് നബി പറയും. പക്ഷെ ചിലരത് കണ്ടിരിക്കുക വിട്ടികൾ. എന്ത് വിട്ടികൾ എണീക്കണ്ടേ? നബി അങ്ങനെ പറഞ്ഞില്ലേ? നബി പറഞ്ഞാൽ നമ്മൾ നോക്കണം. ഇത്തരം കാര്യത്തിൽ നിങ്ങൾ ബഹുമാനിക്കരുത് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കണ്ടേ? മനസ്സിലായില്ലേ? എന്ത് നബിയുടെ വിനയത്തിന്റെ അവസാനം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു മുത്തഖീങ്ങളായ സാലിഹീങ്ങളിൽ നമ്മൾ ചേർത്ത് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ അടിമയുടെ അവസരമാണ്. അഞ്ചാമത്തെ ഒരു സമയം അടിമക്കില്ല. ഓരോരുത്തർ അവനെ പരിശോധിക്കണം. ഈ അവസ്ഥ ഒന്നിരിക്കൽ നിഅമത്തിലായിരിക്കും, അല്ലെങ്കിൽ ശിദ്ദത്തിലായിരിക്കും, അല്ലെങ്കിൽ മാസിയത്തിലായിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കും. ഈ അവസ്ഥയുള്ളൂ. അഞ്ചാമത്തെ അവസ്ഥ ഇല്ല. ഈ നാലവസ്ഥയിലും അടിമ എന്ത് ചെയ്യണം? അടിമ ഇതിൻ്റെ അല്ല എന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു ഭാര്യ ഭർത്താവിൻ്റെ അനുസരണ അവസാനമാണെങ്കിൽ ചെയ്തു കൊടുത്താലും ചെയ്തു നമ്മൾക്ക് തോന്നൂല. അതേ സമയത്ത് വേറൊരു ഭാര്യ ഒരു കാര്യം ചെയ്തു കൊടുത്ത് രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ഞാൻ കുറച്ച് കിടക്കട്ടെ, ഒരു മണിക്കൂർ ഞങ്ങൾ വസ്ത്രം അലക്കി, ഞാൻ അലക്കാൻ വേണ്ടി പറയല്ല, അലക്കാതിരിക്കാൻ വേണ്ടി പറയല്ല. എന്നാലും ഇവിടെ രണ്ട് വ്യത്യാസമുണ്ട്. മറ്റൊരു മറിഞ്ഞു വീണാലും കഷ്ടപ്പെട്ട് മറിഞ്ഞു വീണാലും അനുഗ്രഹം പറയില്ല. ഞങ്ങൾ അലക്കി തന്നില്ലേ, ഞാൻ തിരിച്ചു തന്നില്ലേ എന്ന് പറയും. നജീബ് മഹ്ഫൂദിൻ്റെ ഒരു നോവലുണ്ട്. ഞാനത് 4-8 മുമ്പ് വായിച്ചത്. ഭയങ്കര പാടേണ്ടത്. ഒരു പെണ്ണ് വല്ലാത്ത അനുസരണ ഭർത്താവിനോട്. ഞാൻ ഭർത്താവ് ഒരിക്കൽ ഒരാക്കില്ല. നോവലാണ്, പക്ഷേ പാടേണ്ടത്. ഭർത്താവ് അവസാനിക്ക് വെച്ച മിനിറ്റ് ഭർത്താവ് ഒരാക്കില്ല. കടയിൽ പോയി ഭർത്താവ് ഞാൻ തിരിച്ചു ഇവിടെ കാണാൻ പാടില്ല. അപ്പോൾ ആ പെണ്ണ്
2-3 ദിവസത്തെ പണി കഷ്ടപ്പെട്ട് വേഗം എടുത്തു. കാരണം മൂപ്പർ വരുമ്പോഴത്തേന് ഇവിടുന്ന് പോകും വേണം. 2-3 ദിവസം സൗകര്യമെങ്കിലും ഒരുക്കി കൊടുക്കാതെ ഞാൻ എങ്ങനെ പോകുക? അത്ഭുതം അത്ഭുതം അത്ഭുതം. എനിക്ക് പറയാൻ മനസ്സിലായില്ല. ഭയങ്കര അത്ഭുതം. അവിടെ വേലക്കാരൊക്കെ ഉണ്ട്. പക്ഷേ വലിയ മുതലാളിയാണ്, മുതലാളിയാണ്. മലയാളിന്റെ ഭാര്യയാണിത്. പക്ഷെ ഭയങ്കര അനുസരണയാണ് ഈ പെണ്ണിന്. അപ്പൊ ഈ പെണ്ണിനെ തൊലാക്കല്ലേ, ഞാൻ വൈകുന്നേരം വരുമ്പോൾ കാണാൻ പാടില്ല. മൊബൈൽ പോയി കഴിഞ്ഞു. അപ്പൊ ഈ പെണ്ണ് കഷ്ടപ്പെട്ട് 2-3 ദിവസത്തിന്റെ പണി ഉച്ച തിരുവാതിരി എടുത്ത് നാട്ടുപടി. പിന്നെ വേലക്കാരികൾക്ക് നിർദ്ദേശം കൊടുത്തു. അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, സോഫ അവിടെയാണ്, പേസ്റ്റ് ഇവിടെയാണ്, ബ്രഷ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, മൂപ്പര് എടുത്തു കൊടുക്കണേ. ഞാനതൊക്കെ എടുത്തോക്കെ, നീ മൂപ്പര് ബുദ്ധിമുട്ടരുതേ. ഞാൻ മൂപ്പര് പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ കുളിയിൽ അവസാനം മൂപ്പർക്ക് സുഗന്ധം വെച്ചിട്ട് ഒരു പ്രത്യേക കുളിന്റെ ലാസ്റ്റ് വെള്ളം പാടില്ല. ആ സുഗന്ധം അന്നൊക്കെ പോയി അടിയിൽ വെച്ചിട്ടുണ്ട്. ഒക്കെ ശ്രദ്ധിക്കണേ. മനസ്സിലായില്ലേ? തിരിച്ചെന്ത് പറയാം, നിങ്ങളെപ്പോലത്തെ ഉപകാരം ചെയ്തിട്ട് കാര്യമല്ല. ഞാൻ എൻ്റെ വണ്ടി വിടാം, സൗകര്യം വിളിച്ചില്ല. പീടിക്ക് മുമ്പ് പോണിന്റെ മുമ്പേ നമുക്ക് പോകാമല്ലോ. ഞാൻ അങ്ങനെ പോകണമെന്ന് പറയല്ല, പോകണ്ടെന്ന് പറയല്ല. ഞാനിവിടെ ഇത് നേരെ അടിമന്റെ വെച്ചോക്കാം. മനസ്സിലായില്ല? അടിമക്ക് ഞാൻ അങ്ങനെ അനുഗ്രഹം ചെയ്തു എന്ന് തോന്നൂല. ഈ പെണ്ണ് പിറ്റേ ദിവസം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുക, പ്രശ്നമേ ഞാൻ നേരെ ചെയ്ത സൗകര്യം ഇന്നും നാളെ തീരൂലേ. പിന്നെ മൂപ്പര് എന്താ കേട്ട സംഭവം എന്താ സംഭവിച്ചത്? അവളെ ചിന്തിക്കാനല്ല, മൂപ്പര് ബുദ്ധിമുട്ടരുത്. മൂപ്പര് വേറെ പെണ്ണ് കിട്ടാണെങ്കിലും എന്നെ പോലെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സുബ്ഹാനല്ലാഹ്.